നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയുന്നത് പോലെ വൈഫ് ക്യാരിങ് ആണ്. ആളുടെ ഡെലിവറിക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ എല്ലാവരും UK നമ്മൾ പോകുമ്പോൾ ഒരു UK മാത്രമല്ല എല്ലായിടത്തും ഇതേപോലെ ഒരു ഹോസ്പിറ്റൽ ബാഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കുറേ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകേണ്ടതൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മൾ ഇതേപോലെ കുറേയൊക്കെ നോക്കി അവർ ഫ്രണ്ട്സിനോടും അവരോടൊക്കെ ചോദിച്ച് നമ്മളും ഒരു ബാഗ് പാക്ക് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മൾ വെച്ചത് ഒരു മാറ്റാണ്. അത് കുഞ്ഞിനെ കിടത്താനും കാര്യങ്ങളൊക്കെ ഒരു മാറ്റ്, പിന്നെ കുഞ്ഞിൻ്റെ കുറച്ച് ഹുഡീസ് അല്ലെങ്കിൽ കുറച്ച് തണുക്കാതിരിക്കാൻ വേണ്ടിയുള്ള അങ്ങനത്തെ കുറച്ച് കുഞ്ഞു ക്ലോത്ത്സ്, പിന്നെ അത്യാവശ്യം നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കുറച്ച് കോട്ടൺ ബോൾസ് വേണം. നമുക്ക് ബേബി അത്രയും സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് വൈപ്സ് ഒന്നും ഉപയോഗിക്കുന്നത് സേഫ് അല്ല. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മൾ തുണിക്ക് പകരം കഴുകാനും ക്ലീൻ ചെയ്യാനൊക്കെ നമ്മൾ ഇതാ ഉപയോഗിക്കുക. പിന്നെ ഒരു യൂഷ്വൽ നമുക്കൊരു പൗഡറും കാര്യങ്ങൾ, പിന്നെ അതേപോലെ കൊച്ചിനുള്ള ക്യാപ്പ്, തലയിലൊക്കെ വയ്ക്കാൻ പറ്റിയ ക്യാപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളോട് അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറഞ്ഞത് ക്യാപ്പ് എപ്പോഴും വീടിൻ്റെ അകത്താണെങ്കിൽ ക്യാപ്പ് വേണ്ട, പുറത്തിറങ്ങുമ്പോൾ മാത്രമേ ക്യാപ്പ് വയ്ക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ തലയ്ക്ക് ഭയങ്കര ചൂടടിച്ചിട്ട് അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഇതേപോലെ ഇത് വൈഫിനെ എന്തായാലും ഡെലിവറി കഴിഞ്ഞപ്പോൾ കുറേ അറിയാലോ, എല്ലാവർക്കും അറിയുന്ന പോലെ കുറേ ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് ടൈപ്പ് പാഡുകൾ, പിന്നെ കുഞ്ഞിന് പാമ്പേഴ്സിൻ്റെ വൈപ്പ്, പിന്നെ 2 സോപ്പ് മേടിച്ചായിരുന്നു നമ്മൾ. ഇതൊന്നും ആവശ്യം വരില്ല, എന്നാലും മേടിച്ചതാണ്. കാരണം അതിനുള്ള സമയം നമുക്ക് ഹോസ്പിറ്റലിൽ കിട്ടില്ല. പിന്നെ ഇതേ സെയിം കുറച്ച് ഒരു ന്യൂ ബോൺ ബേബിയുടെ കുറച്ച് ക്ലോത്ത്സ് എന്തായാലും പടപെടാന്ന് നമ്മൾ മാറ്റേണ്ടി വരും. ഡ്രസ്സ് ഇടയ്ക്കിടയ്ക്ക് മാറ്റണം. പിന്നെ കൈമയും കാൽമയും ഇടാനുള്ള കുഞ്ഞു ഗ്ലൗസുകൾ, അങ്ങനെ കുറേ നമ്മളെ കൊണ്ട് എന്താ പറയുക യൂഷ്വൽ എത്ര പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ എന്തായാലും കുറച്ച് ഇന്നറും നമ്മൾ അത്യാവശ്യം കരുതണം. പിന്നെ 12 ടൈപ്പ് ടവല്, അത് നമുക്ക് ഹോസ്പിറ്റലിൽ നമ്മുടെ എപ്പോഴും ആവശ്യം വരും. ബ്രസ്റ്റ് ഫീഡിങ് ആയാലും എന്തിനായാലും എല്ലാ സമയത്തും നമുക്ക് ടവൽസും കാര്യങ്ങളും വേണം. പിന്നെ 2-3 ടൈപ്പ് ഞങ്ങൾ പാഡ് മേടിച്ചിരുന്നു. കാരണം ചിലത് ഭയങ്കര സോഫ്റ്റാണ്, ചിലത് ഇച്ചിരി തിക്കുള്ള സമയത്ത് ആ ഫസ്റ്റ് ഇനീഷ്യൽ ടൈമിലൊക്കെ നമുക്ക് ഭയങ്കര തിക്കുള്ളതായിരിക്കും നമുക്ക് യൂസ്ഫുള്ള്. പിന്നെ ഇതേപോലെ തന്നെ കുറച്ച് ക്ലോത്ത് കാര്യങ്ങൾ, പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കറിയാലോ. കുറേ ടോയ്ലറ്ററീസ് വേണം, കാര്യങ്ങൾ വേണം. പിന്നെ നമുക്ക് അവിടെ എപ്പോഴും ഡ്രസ്സ് മാറാനായിട്ട് 12 പജാമീസ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോകണം. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോയതിനകത്ത് ഒരു പകുതി സാധനങ്ങളും നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നില്ല, അതാണ് സത്യം. കാരണം നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് ഗൗൺ തന്നു, ഡെലിവറി നമുക്ക് 1 മണിക്കൂറിനുള്ള ഡെലിവറി കഴിഞ്ഞു. പിന്നെ അവിടെ എക്സ്ട്രാ അവർ തന്നെ പാഡ് തന്നു, അവർ തന്നെ നിക്കേഴ്സ് തന്നു. അപ്പോൾ നമ്മൾ കൊണ്ടുപോയ പകുതി മുക്കാലും നമുക്ക് അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നു. നമ്മളൊരു ബാക്കപ്പായിട്ട് നമ്മൾ കരുതുക. ഇതിപ്പോൾ അത്ര ഒരു ഇന്ന സാധനങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ പെടും, അങ്ങനെ അവസ്ഥകളൊന്നുമില്ല. വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ അത്രയും വലിയ ടെൻഷൻ അടിച്ചൊരു കാര്യമായിരുന്നു. ഇത്രയും വലിയൊരു സംഭവമായിരുന്നു. പക്ഷെ നമ്മൾ പുഷ്പം പോലെ ദൈവാനുഗ്രഹം എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് രക്ഷപ്പെട്ടു പോകുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് വെച്ചതാണ് നമ്മുടെ ആ ഫയല് മസ്റ്റായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുക. അത് നമ്മളെല്ലാവരും എപ്പോഴും മറന്നു പോകുന്ന കാര്യങ്ങളാണ്. പിന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ഇതേപോലെ ഒരു കുഞ്ഞു രീതിയിൽ പിന്നെ ബൈസ്റ്റാൻഡർക്കും കൂടെ നിൽക്കുന്ന ആളുണ്ടെങ്കിൽ ആൾക്കും ഒരു ജോഡി ഡ്രസ്സ് എടുത്തു വെക്കുക. പിന്നെ അതൊക്കെയാണ് നമുക്ക് അതിൽ ഇത്രപ്പെടുത്ത് നെസസറി അല്ലെങ്കിൽ മാൻഡേറ്ററി എന്നൊക്കെ പറയുന്ന രീതിയിൽ അത്ര വലിയ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം നമുക്ക് മാനേജ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. താങ്ക് യു.